ഹായ്. ആകെ തൊണ്ടക്കടഞ്ഞ് പിന്നെ എന്താ പറയുക തലവേദനയും ഒക്കെയാണ് കേട്ടോ, ബുദ്ധിമുട്ടുകളൊക്കെയാണ്. ജലദോഷമൊക്കെ വന്നിട്ട് ഞാനും മക്കളൊക്കെ പ്രയാസപ്പെട്ട് നിൽക്കുക. അപ്പോൾ കുറച്ച് മരുന്ന് വാങ്ങിക്കാം, ഫോണൊന്ന് റീചാർജ് ചെയ്യാൻ കരുതി മക്കളെയും കൂട്ടി പുറത്തൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ അവരോട് ആദ്യം ഞാൻ വീട്ടിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാനും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് വേനലവധിയൊക്കെ ആയി മദ്രസ വിട്ടെന്നാൽ വീട്ടിലെ ടി വിൻ്റെയും മുന്നിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി അവർക്കും ആകെ ചടച്ചിട്ടുണ്ടാകും, അവരായിട്ട് പുറത്തിറങ്ങാമെന്ന് കരുതി. അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി മരുന്നൊക്കെ വാങ്ങി പിന്നെ റീചാർജൊക്കെ ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു ഞങ്ങൾക്ക് പുഴ ഒന്ന് കാണിച്ചു തരും വായിച്ച്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ വണ്ടി കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇതാണ് ചാലിയാറെന്ന് കാണിച്ചു കൊടുക്കലുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് കൈവരിയൊക്കെ നല്ല ഉഷാറായിട്ട് കെട്ടിയണല്ലോ, എന്നാൽ മക്കളായിട്ട് പോകാം, അവർക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ കരുതി. അപ്പോൾ ജിയമ്മോട് പറഞ്ഞു എനിക്ക് റീൽസ് എടുക്കണം, മാനം ഡാൻസൊക്കെ ചെയ്തു. പക്ഷേ അത് എടുത്ത് ശരിയായിരുന്നു, കാരണം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുഴയിൽ സ്പീഡ് ബോട്ട് പോകണതും പുഴേൻ്റെ വക്കത്ത് നിന്നപ്പോൾ കുറേ ദൂരമുള്ള ഫ്ലാറ്റും ആ കാഴ്ചകൾ കാണുമ്പോൾ അവരെ മനസ്സിൽ തോന്നുന്ന കൗതുകങ്ങളും. പിന്നീടാണ് ചാലിയാറിൻ്റെ തീരത്തൊരു പുതിയൊരു ഉദ്ഘാടനം ചെയ്ത് നമ്മളെ റിവർ വേൾഡ് പറഞ്ഞൊരു പാർക്കുണ്ട്. അപ്പോൾ അവിടേക്ക് പോയി. അവിടെ ചെന്ന് അവരെ ചെറിയ റൈഡിലൊക്കെ കയറിയിട്ട് ചെറിയ റൈഡ്സ് തന്നെ ഉള്ളൂ. 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റിയ റൈഡ്സാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൽ 120 രൂപ കൊടുത്ത് 4 റൈഡിൽ കയറാം. അപ്പോൾ ഞാൻ 120 രൂപ കൊടുത്തൊരു ടിക്കറ്റ് വാങ്ങി 2 ആൾ 2 വീതം റൈഡിൽ കയറ്റി. പിന്നെ ഞങ്ങൾ മക്കൾക്ക് അവിടെ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കാനും അവിടെ പാറ പോലെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ മക്കൾ കയറി ഇറങ്ങിയിരുന്നു, അത് അവർക്ക് വല്ലാതെ എൻജോയ് ചെയ്തു. എൻ്റെ മോൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇതിന് മാത്രം ടിക്കറ്റ് ഇല്ല, അത് മാത്രം സുഖമാണില്ലമ്മ, അത് മാത്രം സുഖമാണില്ലമ്മ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കുഞ്ഞു കുട്ടികളായിട്ട് ചെന്നാൽ കുറച്ച്, പക്ഷെ എനിക്ക് തോന്നുക ഇങ്ങനെ കുറച്ചും കൂടെയൊക്കെ അതിൻ്റെ ഒരു റൈഡിനുള്ള വില ഒക്കെ ഒന്ന് കുറക്കാമെന്ന്. ഇവിടെ ഇപ്പോൾ 40 രൂപയാണ്. 2-3 കുട്ടികളായിട്ടൊക്കെ വരുന്ന ആളുകൾക്ക് അത് വല്ലാത്തൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാവും. പിന്നെ അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ കയറി ഞങ്ങൾ ജ്യൂസല്ല ലൈമും കട്ലറ്റും കഴിച്ച്. പക്ഷേ ഒരു അബദ്ധം പറ്റിയവർക്ക് ഞങ്ങളെ മുന്നിൽ ടേബിളിൽ ഇരുന്നവരെ ബില്ലും കൂടി ഞങ്ങളെ ബില്ലിലാണ് അവർ ആഡ് ചെയ്തത്. ഫുള്ള് നേപ്പാളീസ് ആട്ടോ. അത് കണ്ടപ്പോൾ മാത്രമേ എനിക്കൊരു സങ്കടം തോന്നി, കാരണം നമ്മളെ നാട്ടിലുള്ളവർക്ക് തൊഴിൽ കൊടുത്തൂടെയെന്ന് എനിക്ക് തോന്നിയപ്പം. എത്രയോ ആളുകൾ മയക്കുമരുന്നിൻ്റെ അതിൻ്റെ ഇന്ത്യയിലൊക്കെ പിന്നാലെ ഉണ്ട്, നാട്ടിൽ തൊഴിലില്ലാത്തതുകൊണ്ടാണല്ലോ. അപ്പോൾ നമ്മളെ നാട്ടുകാർക്ക് തൊഴിൽ കൊടുക്കാൻ മാക്സിമം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താനും കഴിയും. നമ്മളെ നാട്ടുകാർ ജോലി എടുക്കാൻ തയ്യാറാവും കൂടി വേണം കേട്ടോ. പിന്നെ അവിടെ ചെറിയൊരു പോണ്ടുണ്ട്. പിന്നെ വൈകുന്നേരമായ ലൈറ്റ്, നല്ലൊരു വൈബാണ് കേട്ടോ. നമ്മളെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കുറച്ച് നേരമൊക്കെ സൊറ പറഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് 10-12 കിലോമീറ്റർ പോകണം ബീച്ചിലേക്ക്, 5-8 കിലോമീറ്റർ പോകണം ബേപ്പൂരിലേക്ക്, മക്കളായിട്ട് പോകണം, വരാനുള്ള ബുദ്ധിമുട്ട്. ഇതിപ്പോൾ നടന്നു പോയാലും അവിടെ എത്തും. വളരെ സന്തോഷമായി.